ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദശാംശ സംഖ്യകൾ പാർട്ട് 12 ഓൾറെഡി 11 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതിന് മുന്നേ ആ പാർട്ടുകളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് SCERT ക്ലാസ് 6ലെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്ക് ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 25.5 സെന്റിമീറ്റർ നീളവും 20.4 സെന്റിമീറ്റർ വീതിയും 10.8 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം. അതായത് ഇവിടെ നമുക്കൊരു ചതുരക്കട്ട തന്നിട്ടുണ്ട്. ആ ചതുരക്കട്ടത്തിന്റെ നീളം തന്നിട്ടുണ്ട്. നീളം എത്രയാണ്? 25.5. വീതി തന്നിട്ടുണ്ട്. വീതി എത്രയാണ് വരുന്നത്? വീതി 20.4 അല്ലെ, 20.4. അതിന്റെ ഉയരം തന്നിട്ടുണ്ട്. ഉയരം എത്രയാണ്? ഉയരം 10.8. ഉയരം 10.8. അങ്ങനെയാണെങ്കിൽ ചതുരക്കട്ടയുടെ വ്യാപ്തം. അപ്പൊ ചതുരക്കട്ടയുടെ വ്യാപ്തം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വ്യാപ്തം എന്ന് പറയുന്നത് LBH ആണ് അല്ലെ. LBH അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. അപ്പൊ ഇവിടെ നീളം എത്രയാണ് തന്നിട്ടുണ്ട്? 25.5 തന്നിട്ടുണ്ട് അല്ലെ. 25.5 ഗുണിക്കണം വീതി 20.4 തന്നിട്ടുണ്ട്. അതിന്റെ ഉയരം 10.8 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഈ ദശാംശ സംഖ്യകൾ ഗുണിക്കുക? ദശാംശ സംഖ്യകളായിട്ട് ഗുണിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? 255 ഫസ്റ്റ് നമ്പർ അല്ലെ. അടുത്ത നമ്പർ 204, അടുത്ത നമ്പർ 108. ഇത് മൂന്നും കൂടി ഗുണിക്കുക. ഇത് മൂന്നും കൂടി ഗുണിച്ചിട്ട് ഉത്തരം എടുത്ത് എഴുതുക. 255 ഗുണിക്കണം 204 ഗുണിക്കണം 108. അപ്പൊ നമുക്ക് ഉത്തരം വരിക 5 6 1 8 1 6 0. ഗുണിച്ചാൽ വരുന്നത് കേട്ടോ. 5 6 1 8 1 6 0. അപ്പൊ ഇതാണ് ഗുണിച്ചാൽ വരുന്നത്. ഇനി നമുക്ക് പോയിന്റ് നോക്കണം അല്ലെ. മുകളിൽ തന്നത് ദശാംശ സംഖ്യകളാണ്. അപ്പൊ 25.5 അതായത് പോയിന്റിന് ശേഷം ഒരു സ്ഥാനം 20.4, പോയിന്റിന് ശേഷം ഒരു സ്ഥാനം 10.8, പോയിന്റിന് ശേഷം ഒരു സ്ഥാനം. അപ്പൊ ടോട്ടൽ എത്ര സ്ഥാനങ്ങൾ വേണം? 3 സ്ഥാനങ്ങൾ വേണം അല്ലെ. അപ്പൊ നമുക്ക് എണ്ണാം 1 2 3. അപ്പൊ പോയിന്റ് എവിടെയാ വരിക? പോയിന്റ് 8ന്റെ 1ന്റെ നടുക്ക് വരിക അല്ലെ. അപ്പൊ നമുക്ക് ആ 0 വേണമെങ്കിൽ ഒഴിവാക്കാം. അതായത് 5618.16. 5618.16. ഇനി യൂണിറ്റ് എന്താ കൊടുക്കുക? നീളവും വീതിയും ഉയരവും ഒക്കെ സെന്റിമീറ്ററിലാണ്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ ആണോ? സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ, വിസ്തീർണത്തിന്റെ ആണല്ലേ. ഇവിടെ വ്യാപ്താണ്, അതായത് സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്റർ എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്തിനെ എഴുതാം? സെന്റിമീറ്റർ ക്യൂബ് എന്നെടുത്ത് എഴുതാം കേട്ടോ. ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്. ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന 3 കുട്ടികളുടെ ഉയരം 130.5 സെന്റിമീറ്റർ, 128.7 സെന്റിമീറ്റർ, 134.6 സെന്റിമീറ്റർ ആണ്. ഇവരുടെ ശരാശരി ഉയരം എത്ര? ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുക? ശരാശരി എന്ന് പറയുന്നത് ആകെ ബൈ എണ്ണാണ്. എല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് അതിന്റെ എണ്ണത്തുകൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്കിവിടെ 3 ഉയരങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 3 ഉയരത്തിനെയും ഒന്ന് കൂട്ടാം. 130.5, 128.7, 134.6. മൂന്നും കൂടി ആഡ് ചെയ്യുക. എത്ര വരുക? ആഡ് ചെയ്താൽ 18 വരും അല്ലെ. 18 പോയിന്റ് എത്ര വരും? 12 13 വരും. 13 എത്ര വരും? 9 വരും അല്ലെ. പിന്നെ 3, അതായത് 3 ഉയരങ്ങളും കൂടി കൂട്ടിയാൽ 393.8 എന്ന് വരും. ഇനി നമുക്ക് ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി എന്ന് പറയുന്നത് ആകെ ബൈ എണ്ണാണ്. ഇവിടെ എത്ര ഉയരങ്ങൾ തന്നിട്ടുണ്ട്? 3 ഉയരങ്ങൾ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾ ഹരിച്ചു നോക്കുക. ഞാൻ ഇവിടെ തന്നെ ഹരിക്കുക കേട്ടോ. അതായത് ഇവിടെ 1 3 3, 1 3 3, 3 9, 1 3 3. പോയിന്റ് പൂർണ്ണസംഖ്യയുടെ ഭാഗം കറിഞ്ഞു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി ദശാംശം 8ൽ എത്ര പ്രാവശ്യം വരും? 2 3 6 അല്ലെ. ശിഷ്ടം എത്ര വന്നു? ശിഷ്ടം 2 വന്നു. അതിനെ 20 ആക്കുക. 20ൽ എത്ര 3 ഉണ്ട്? 6 3 18 അല്ലെ. 6 3 18. ശിഷ്ടം 2 വന്നു. വീണ്ടും 20 ആക്കുക. വീണ്ടും 6. അങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാ വരുന്നത്? ഉത്തരം 131.26 27 എന്നോ കേട്ടോ.
ഈ ക്വസ്റ്റ്യനിലുള്ള പ്രത്യേകത എന്താണ്? ഇത് ഹരിച്ചാൽ എത്രയാണ് വരുന്നത്? 131.26666 എക്സെട്ര അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാമെന്നറിയോ? 131.26. ചില ബുക്കുകളിൽ ഇങ്ങനെ ഒരു ബാർ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 131.26 ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തത് ഈ മുകളിലെ ബാർ എന്ന് പറയുന്നത് വീണ്ടും അതേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നതിന് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് 131.26 ഓപ്ഷനിൽ അഥവാ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഉത്തരം എടുത്തെഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 4 ഗുണിക്കണം 3.06/3 കണക്കാക്കാൻ. ഇതിന്റെ ഉത്തരം എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത്. 4 ഗുണിക്കണം 3.06/3. അപ്പോൾ നമുക്ക് ഈ 3.06 306 ഒരു 3ന്റെ ഗുണിതമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. അതായത് ഇവിടെ ഒരു 3 വന്നു. ഇനി 306 അതായത് 3.06 ചെയ്യാം. ആദ്യം പൂർണ്ണസംഖ്യയുടെ ഭാഗം ചെയ്യുക. ഒരു 3 പൂർണ്ണസംഖ്യയുടെ ഭാഗം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് 0 0 അല്ലേ. അപ്പോൾ 0 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 0 കൊടുക്കുക. പിന്നെ അടുത്ത നമ്പർ നോക്കുക. 6 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. അപ്പോൾ ഹരിച്ചാൽ എത്ര കിട്ടും? 1.02 എന്ന് കിട്ടും. 1.02. ഇനി നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് 4നെ കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 4 ഗുണിക്കണം 1.02. 4 ഗുണിക്കണം 1.02 എത്ര വരും? 4 2 8 0.4 4.08 എന്ന് വരും. 4.08. 22 പെൻസിലിന് 79.20 രൂപയാണ് വിലയെങ്കിൽ 10 പെൻസിലിന്റെ വില എത്ര? 10 പെൻസിലിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 22 പെൻസിലിന് 79.20 രൂപയാണ് വില. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു പെൻസിലിന്റെ വില കണ്ടുപിടിച്ചൂടെ? ഒരു പെൻസിലിന്റെ വില എന്നത് 79.20 എന്നുള്ളത് 2 എന്ന് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. 2 0ത്തിന് വാല്യൂ ഇല്ല അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന 0ത്തിന് വാല്യൂ ഇല്ല. അതിന്റെ ഇടയ്ക്കൊക്കെ വരികയാണെങ്കിൽ 0ത്തിന് വാല്യൂ ഉണ്ട്. പോയിന്റിന് ശേഷം വരുന്ന 0ത്തിന് വാല്യൂ ഇല്ല. 79.2/22. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു പെൻസിലിന്റെ വില കിട്ടി അല്ലെ. അപ്പോൾ 10 പെൻസിലിന്റെ വില കണ്ടുപിടിക്കാൻ ഇൻറ്റു 10 ചെയ്യാം. അപ്പോൾ നമുക്ക് അംശം ഒന്ന് ഗുണിക്കാം. അതായത് 79.2 ഗുണിക്കണം 10 എത്ര വരും? 792 വരും അല്ലെ. അപ്പോൾ എങ്ങനെ 792 വന്നത്? പോയിന്റ് ഇല്ലാണ്ട് ഗുണിക്കുക. അപ്പോൾ പോയിന്റ് ഇല്ലാണ്ട് ഗുണിക്കുമ്പോൾ 7920 എന്ന് വരും. പോയിന്റിന് ശേഷം ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അല്ലേ, അതായത് ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ 792.0 എന്ന് പറയും. 0.0 എന്ന് പറയുന്നത് വാല്യൂ ഇല്ല, അതായത് 792. അപ്പോൾ ഇതിന്റെ ആൻസർ വരിക 792/22. അപ്പോൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഹരിക്കുക. 792 ഹരിക്കണം 22 എത്ര വരും? 3 പ്രാവശ്യം അല്ലേ. 3 പ്രാവശ്യം വരുമ്പോൾ 66 എന്ന് വരും. 66. അപ്പോൾ എത്ര വരും? 3 വരും, 1 13, 2 എത്ര തവണ വരും? 6 തവണ അല്ലേ. 6 തവണ എന്ന് പറയുമ്പോൾ 2 6 12, ബാക്കി 1 വരും. 2 6 12 1 13. അപ്പോൾ എത്രയാണ് വരിക? ഇതിൻ്റെ ഉത്തരം 36. അപ്പോൾ 10 പെൻസിലിൻ്റെ വില എത്രയാണ്? 36 രൂപ. 36 രൂപയായിരിക്കും 10 പെൻസിലിൻ്റെ വില. ക്രിയ ചെയ്യുക. 2.3 ഗുണിക്കണം 3.2 ഹരിക്കണം 0.4. അപ്പോൾ നമുക്കിവിടെ ദശാംശ സ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കാതെയും ചെയ്യാം. പക്ഷേ മാത്സ് ഒട്ടും അറിയാത്തവർക്ക് ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കി ചെയ്താൽ തെറ്റില്ല, അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അംശത്തിൽ നോക്കുക. അംശത്തിൽ പോയതിന് ശേഷം എത്ര സ്ഥാനങ്ങൾ വന്നു? 2.3 ഒരു സ്ഥാനം വന്നു. 2.3 ഒരു സ്ഥാനം വന്നു. 3.2 ഒരു സ്ഥാനം വന്നു. അപ്പോൾ ടോട്ടൽ എത്ര സ്ഥാനങ്ങളുണ്ട്? അംശത്തിൽ പോയതിന് ശേഷം 2 സ്ഥാനങ്ങളുണ്ട്. ഛേദത്തിൽ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അംശത്തിൽ 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്, ഛേദത്തിൽ 1 ദശാംശ സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? എവിടെയാണ് കുറവ്? ഛേദത്തിലല്ലേ കുറവ്. അപ്പോൾ ഏതുകൊണ്ട് ഗുണിക്കുക? 10 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ പോയിന്റൊക്കെ ഒഴിവാക്കിയിട്ട് ഛേദത്തിൽ 10 കൊണ്ട് ഗുണിക്കുക. പോയിന്റ് ഒഴിവാക്കിയാൽ നമുക്ക് വരിക 23 ഗുണിക്കണം 32/4 ഛേദത്തിൽ ഒരു പോയിന്റിന്റെ കുറവുണ്ട്. അപ്പോൾ ഏതുകൊണ്ട് ഗുണിക്കുക? ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് ഗുണിക്കുക. ഇനി 2 പോയിന്റിന്റെ കുറവാണുള്ളതെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. 3 പോയിന്റിന് ശേഷം 3 പോയിന്റിന്റെ കുറവാണുള്ളതെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക കേട്ടോ. ഇവിടെ ഛേദത്തിൽ ഒരു പോയിന്റിന്റെ കുറവേ ഉള്ളൂ അല്ലെ. അംശത്തിൽ പോയതിന് ശേഷം 2 സംഖ്യകൾ വന്നിട്ടുണ്ട്.
ഛേദത്തിൽ 1 മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിച്ചത്. ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എത്ര വരും? 4 8 32 എന്ന് വരും അല്ലേ. 8 വന്നു. ഇനി എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ 10 വന്നു അല്ലേ. അപ്പൊ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. വേറെ ഇനി സിംപ്ലിഫൈ ചെയ്യേണ്ട, പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആയി പോവുക. അപ്പൊ 23 ഗുണിക്കണം 8, 23 ഗുണിക്കണം 8 184 എന്ന് വന്നു. 184/10. 184/10 എത്രയാണ്? 18.4 ആണല്ലേ. 18.4. ഒരു പൂജ്യമാണ്, അപ്പൊ പോയിന്റ് ശേഷം ഒരു സംഖ്യ 18.4 ആണ് വരുന്നത്. 0.01 ഗുണിക്കണം 0.001 ഹരിക്കണം 0.1 ഗുണിക്കണം 0.01 അല്ലെ. അപ്പൊ നമുക്ക് ദശാംശങ്ങളുടെ എണ്ണം ഫസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. പിന്നെ എന്നിട്ട് ഡയറക്റ്റ് സംഖ്യ ഗുണിച്ചാൽ മതി. അംശത്തിൽ ഇവിടെ ആദ്യത്തേതിൽ 2 എണ്ണം വന്നു, അടുത്തതിൽ 3 എണ്ണം വന്നു. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 2ഉം 3ഉം കൂടി 5 ദശാംശ സ്ഥാനങ്ങളുണ്ട്. ഇനി ഛേദത്തിലോ 1 2. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ ഛേദത്തിൽ എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? 2 എണ്ണത്തിന്റെ കുറവുണ്ട് അല്ലെ. അപ്പൊ 2 എണ്ണത്തിന്റെ കുറവ് എന്ന് പറയുമ്പോൾ ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഒരു സംഖ്യയുടെ കുറവാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക, 2 സംഖ്യയുടെ കുറവാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക അല്ലെ. ഇനി നമുക്ക് ഡയറക്റ്റ് ഇവിടുത്തെ നമ്പേഴ്സ് ഗുണിക്കാം. പോയിന്റ് ഒക്കെ ഒഴിവാക്കി കളഞ്ഞ് നമ്പേഴ്സ് ഗുണിക്കാം. ഫസ്റ്റ് ഛേദത്തിൽ അംശത്തിൽ വരുന്നത് 1ഉം 1ഉം ആണ്. 1 ഗുണിക്കണം 1 1 എന്ന് വന്നു. ഛേദത്തിലോ 1ഉം 1ഉം തന്നെയാണല്ലേ. 1 ഗുണിക്കണം 1 1. ഇതിന്റെ എത്ര വരും? 1 ഗുണിക്കണം 100 100. 1/100 എങ്ങനെ എഴുതാം? 2 പൂജ്യം വന്നു. അപ്പൊ ശേഷം 2 ദശാംശ സ്ഥാനങ്ങൾ വേണം. 1 എടുത്ത് എഴുതി, പിന്നെ അടുത്തതൊരു 0 പോയിന്റ് വന്നു അല്ലെ. 1/100 എന്നത് 0.01 ആണ്. 0.1 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 0.001 കിട്ടും? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 0.1 ഒരു സംഖ്യ നമുക്ക് x എന്ന് എടുക്കാം അല്ലെ. ഈ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 0.001. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x എന്നത് എത്രയാണ് വരിക? 0.1 ഏതുകൊണ്ട് ഹരിച്ചാൽ മതി? ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുക അല്ലെ. എക്സിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക, 0.01 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പൊ x ഈക്വൽ ടു 0.1/0.001. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പോയിന്റ് നോക്കുക അല്ലെ. അംശത്തിൽ എത്ര പോയിന്റ് ശേഷം എത്ര സ്ഥാനം വന്നു? ഒരു സ്ഥാനം വന്നു. ഛേദത്തിൽ എത്ര എണ്ണം വന്നു? 3 എണ്ണം വന്നു. അപ്പൊ അംശത്തിൽ എത്ര കുറവുണ്ട്? അംശത്തിൽ 2 എണ്ണത്തിന്റെ കുറവുണ്ട്. 2 എണ്ണത്തിന്റെ കുറവ് എന്ന് പറയുന്നത് ഏതുകൊണ്ട് ഗുണിക്കുക? ഏതുകൊണ്ടാ ഗുണിക്കേണ്ടത്? 100 കൊണ്ട് ഗുണിക്കുക അല്ലെ. 100 കൊണ്ട് ഗുണിക്കുക. ഇനി സംഖ്യകൾ മാത്രം എടുത്ത് എഴുതുക. അംശത്തിൽ 1 ആണ്, ഛേദത്തിലും 1 ആണ്. അപ്പൊ എത്രയാ വരിക? 1 ഗുണിക്കണം 100. 100/1 100 തന്നെ അല്ലെ. അപ്പൊ 100 ആണ് ഗുണിക്കേണ്ടത്. അതായത് 0.1 100 കൊണ്ട് ഹരിച്ചാലാണ് 0.001 കിട്ടുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0.1 ഏതുകൊണ്ട് ഹരിക്കുക? 100 കൊണ്ട് ഹരിക്കുക അല്ലെ. 100 കൊണ്ട് ഹരിച്ചാൽ എത്രയാ കിട്ടുന്നത് നോക്കുക. എങ്ങനെയാ നോക്കുക? അപ്പോൾ 2 പൂജ്യമാണ് അല്ലെ. 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യം. അപ്പോൾ പോയിന്റ് ശേഷം എത്ര സ്ഥാനങ്ങൾ വേണം? 2 സ്ഥാനങ്ങൾ വേണം. അപ്പൊ നമ്മൾ എവിടെയാണ് എണ്ണുക? അതായത് പൂർണ്ണസംഖ്യയുടെ ഭാഗത്ത് മാത്രമേ പോയിന്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ. ഒരു പോയിന്റ് നമ്പർ ആണെങ്കിൽ വീണ്ടും പോയിന്റ് ഇടുന്നത് അതിന്റെ പൂർണ്ണസംഖ്യയുടെ പാർട്ടിന് മാത്രമാണ്. ഇവിടെ ദശാംശ സംഖ്യ 1 ഉണ്ടല്ലേ. അപ്പൊ അതിനെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇത് തൊട്ടിട്ടാണ് അടുത്ത പോയിന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ 2 0 ആണ് വന്നത്. അപ്പൊ പോയിന്റ് ശേഷം എത്ര സ്ഥാനങ്ങൾ വേണം? 2 സ്ഥാനങ്ങൾ വേണം. അപ്പൊ ഈ 1 ദശാംശത്തിൻ്റെതാണ്, അത് അതേപടി ഇട്ടു. പിന്നെ 2 ദശാംശ സ്ഥാനങ്ങളും കൂടി വേണം. 0 0 ഇതാണ് വരിക. ഉത്തരം കിട്ടിയോ? അതായത് ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് 0.1 ഹരിക്കണം 100 ആണല്ലേ. അപ്പൊ നമുക്ക് ഹരിക്കണം 100 എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ് ഇടുകയാണ് ചെയ്യുക. ഈ പോയിന്റ് ഇടുന്നത് 0.1. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ദശാംശ ഭാഗമാണ്. അപ്പൊ വീണ്ടും പോയിന്റ് ഇടുമ്പോൾ ആ 1 നമ്മൾ പരിഗണിക്കൂല. 1 അതേപടി വെക്കും. പിന്നെ അതിന്റെ പൂർണ്ണസംഖ്യയുടെ പാർട്ട് നോക്കുക. പൂർണ്ണസംഖ്യാ ഭാഗം, അതായത് ഒരു ദശാംശ രൂപത്തിന് പൂർണ്ണസംഖ്യയുടെ ഭാഗം ഉണ്ടാവും, ദശാംശ രൂപം ഉണ്ടാവും. ദശാംശ രൂപം എന്ന് പറയുമ്പോൾ അതിനെയാണ് കുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്. കുത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് പൂർണ്ണസംഖ്യയും റൈറ്റ് സൈഡിലുള്ളത് ദശാംശ സംഖ്യയാണ്. അപ്പൊ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ദശാംശ സംഖ്യയുടെ പാർട്ടിന് അതേപടി വെക്കുക, ഒരു ചേഞ്ചും ഇല്ലാതെ അതേപടി വെക്കുക. പൂർണ്ണസംഖ്യയുടെ പാർട്ടിന് പോയിന്റ് ഇട്ട് കൊടുക്കുക. സാധാരണ നമുക്കൊരു പൂർണ്ണസംഖ്യനെ എങ്ങനെ പോയിന്റ് ആക്കുക നമുക്കറിയാം അല്ലെ. അപ്പൊ പൂർണ്ണസംഖ്യയുടെ ഭാഗത്ത് നിന്നാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 100 ആണ് അല്ലെ. ഡിനോമിനേറ്ററിൽ 100 ആണ്. അതായത് പോയിന്റ് ശേഷം 2 സംഖ്യ വേണം.
അപ്പോൾ ഇവിടെ പൂർണ്ണസംഖ്യയുടെ പാർട്ട് 0 ആണ്. അപ്പോൾ രണ്ട് സംഖ്യ എന്ന് പറയുമ്പോൾ 0 0 കൊടുക്കുക. അങ്ങനെയാണ് 0.001 കിട്ടിയത്.